ഈ കഥ ആരംഭിക്കുന്നത് 1979-ലാണ്. റോമിലെ വത്തിക്കാൻ സിറ്റിയാണ് സ്ഥലം. ഒരാളിപ്പം ഒരു പള്ളിയിൽ നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രീസ്റ്റായ ഇയാളുടെ പേര് തോമസ് എന്നാണ്. അയാൾ നോക്കുമ്പോൾ ചന്ദ്രന്റെ തൊട്ടടുത്തുകൂടെ ഒരു കോമറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ വേഗം ചെന്നിട്ട് ഒരു പുസ്തകം എടുത്തു. ആ പുസ്തകത്തിൽ ഒരു പേജിനകത്തും ചന്ദ്രന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിലും ആ കോമറ്റ് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന കാണാം. ഈ ചിത്രത്തിനെ പറയുന്നത് ഐ ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ കണ്ണ്. അങ്ങനെ അതും കൂടെ ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ അടുത്തതായിട്ട് പോകുന്ന അവിടെ ഇരിക്കുന്ന പ്രീസ്റ്റുകളുടെ അടുത്തേക്കാണ്. അയാൾ നേരെ അവിടെ ഇരിക്കുന്ന പോപ്പിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാണ്: ഇന്നാണ് ആ പെൺകുട്ടി ജനിക്കാൻ പോകുന്നതെന്ന്. അതേക്കുന്ന പോപ്പ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സിറ്റികളിലും പോയാലും വേണ്ടിയില്ല, ആ പെൺകുട്ടിയെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് പോപ്പ് പറയുന്നത്. ഈ സമയം അവിടെ വേറെ കുറച്ച് പ്രീസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, അവള് മരിക്കേണ്ടവളാണ്. അവളെങ്ങാനും ജീവിച്ച് വളർന്നു കഴിഞ്ഞാൽ അത് ഈ ലോകാവസാനത്തിന് തന്നെ കാരണമായേക്കും. നമ്മളെല്ലാവരും മരിക്കും, പിന്നീട് ഇതൊന്നും തന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഇരിക്കുന്ന ആ പ്രീസ്റ്റ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന പോപ്പ് പറയുന്നത്, ഒരിക്കലും നിരപരാധിയായ ആരും മരിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ദൈവത്തിനെ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും നമ്മൾ പ്രീസ്റ്റുകളുടെ മേലൊരു വിശ്വാസമുണ്ട്. നമ്മൾ ദൈവത്തിനെ സെർവ് ചെയ്യുന്നിടത്തോളം കാലം ആ വിശ്വാസം ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മരിക്കാതിരിക്കേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇത്രയും കാര്യങ്ങൾ ആ പ്രീസ്റ്റിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം പോപ്പ് ഇപ്പൊ തോമസിന്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയാണ്. നോക്കു തോമസ്, ആ പെൺകുട്ടി എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും സാത്താന്റെ കണ്ണുകളിൽ അവൾ പെടാൻ പാടില്ല എന്നാണ് പോപ്പ് പറയുന്നത്. തോമസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. അവിടെ ഒരു ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലായിട്ട് ഇപ്പൊ ആ പെൺകുട്ടി ജനിച്ചു. അങ്ങനെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു നേഴ്സ് നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് മേബൽ എന്നാണ്. ആ കുഞ്ഞിനെ അവളുടെ അമ്മ കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവളെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് മേബൽ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ മേബൽ ആ കുഞ്ഞുമായിട്ട് നേരെ പോകുന്നത് ആ ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേക റൂമിലേക്കാണ്. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ മേബൽ അടക്കം ഇവരെല്ലാവരും സാത്താന്റെ ആൾക്കാരാണ്. ഇവര് സാത്താനെയാണ് ആരാധിക്കുന്നത്. ഇപ്പൊ മേബൽ അങ്ങോട്ട് ചെന്നിട്ട് ആ കുഞ്ഞിനെ അവിടെ ഒരാൾക്ക് കൊടുക്കാണ്. അയാൾ ആ കുഞ്ഞിനെ താഴേക്ക് കടത്തിയതിനു ശേഷം അവിടെ മൂടിയിട്ടിരിക്കുന്ന ഒരു കുപ്പി തുറന്നു. അതിനകത്തൊരു പാമ്പായിരുന്നു. അയാളിപ്പം ആ പാമ്പിനെ കൊന്നിട്ട് അതിന്റെ ബ്ലഡ് എടുത്തിട്ട് ആ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മേബൽ ആ കുഞ്ഞിനെ അവളുടെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്താണ് ആ കുഞ്ഞിന്റെ അമ്മ ആ കുട്ടിക്കൊരു പേരിടുന്നത്. ക്രിസ്റ്റീൻ എന്നായിരുന്നു അത്. അങ്ങനെ 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ ഡേറ്റ് ഡിസംബർ 28, 1999. 3 രാത്രികൾ കൂടെ കഴിഞ്ഞാൽ ഈ സെഞ്ചുറി തന്നെ അവസാനിക്കും. അതോടുകൂടെ 2000 ആരംഭിക്കുകയും ചെയ്യും. ഇപ്പൊ കുറച്ച് ആൾക്കാർ സിറ്റിയിൽ ഒരു ഡ്രെയിനേജിൽ ഇങ്ങനെ പടുതുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പൊട്ടിത്തെറി ഉണ്ടായത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. സിറ്റിയുടെ പല ഭാഗങ്ങളിലും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സ്ഥലത്ത് നിന്നും ആ തീയിലൂടെ സാത്താൻ വെളിയിലേക്ക് വരികയാണ്. ഇൻവിസിബിൾ ആയതുകൊണ്ട് ആർക്കും അയാളെ കാണാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ അവിടെ ഒരു റെസ്റ്റോറന്റിലായിട്ട് 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിൽ ഒരാള് ഒരു ബാങ്കറാണ്. അയാളുടെ കൂടെ ഇരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ അയാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ബാത്റൂമിലേക്ക് ചെന്നു. ഈ സമയത്താണ് സാത്താൻ ഇങ്ങോട്ട് വരുന്നത്. സാത്താൻ ഉടനെ തന്നെ ആ ബാങ്കറിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അയാളുടെ ശരീരത്തിലേക്ക് കയറാണ്. അങ്ങനെ അയാളുടെ ശരീരം സ്വീകരിച്ചതിന് ശേഷം സാത്താൻ നേരെ പോകുന്നത് അയാൾ ഇരുന്ന ടേബിളിന്റെ അടുത്തേക്കാണ്. ചെന്ന ഉടനെ തന്നെ അയാൾ അവിടെ ഇരിക്കുന്ന ആ പെണ്ണിനെ കയറി കിസ് ചെയ്യാണ്. അത് കണ്ടതും ആ പെണ്ണിന്റെ ഹസ്ബൻഡിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ സാത്താൻ അയാളൊന്ന് തുറച്ചു നോക്കുകയാണ്. അയാളുടെ ആ നോട്ടം കാണുമ്പോൾ മറ്റവനാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അയാൾ പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അയാൾക്ക് മതിയാവുന്നിടത്തോളം ആ പെണ്ണിനെ കിസ് ചെയ്തതിനു ശേഷം സാത്താൻ ആ റെസ്റ്റോറന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അയാൾ റെസ്റ്റോറന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതും ആ റെസ്റ്റോറന്റ് ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതിൽ നിന്നുണ്ടായ ആ തീയിലൂടെ വളരെ കൂളായിട്ട് സാത്താൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോനെയാണ്. ഇവന്റെ പേര് ജെറീക്കോ എന്നാണ്. പുള്ളി ഒരു പോലീസുകാരനായിരുന്നു. എന്നാൽ ഇപ്പം ഒരു സെക്യൂരിറ്റി ഏജൻസിയാണ് നടത്തുന്നത്. ഇയാളുടെ ഭാര്യയും മകളും മരിച്ചുപോയി. അതിനെ തുടർന്ന് ഇയാൾ ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു ആൽക്കഹോളിക്കാണ്. മാത്രമല്ല ഏത് സമയം ആത്മഹത്യ ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ അയാൾക്കുള്ളൂ. ഇന്നത്തെ ദിവസം പുള്ളിയുടെ തോക്കെടുത്തിട്ട് പുള്ളിയെ സ്വയം വെടിവെക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ കൊളീഗ് അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് ബോബി എന്നാണ്. അങ്ങനെ ബോബി വന്നിട്ട് ഇന്നത്തെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ജെറിക്കോന്റെ അടുത്ത് പറഞ്ഞു. അതിനെ തുടർന്ന് അയാൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നീട് ആത്മഹത്യ ചെയ്യാന്നൊക്കെ തീരുമാനിച്ച് ബോബിയുടെ കൂടെ അയാൾ വെളിയിലേക്ക് ഇറങ്ങാണ്. ഇന്നത്തെ ദിവസം ഇവര് സെക്യൂരിറ്റി പോകേണ്ടത് ഒരു ബാങ്കറിനെയാണ്. അത് നമ്മൾ നേരത്തെ കണ്ട സാത്താനുണ്ടല്ലോ, അയാളെയാണ്. അയാളെയും കൊണ്ട് അവരിപ്പോൾ ഒരു സിറ്റിയിലേക്ക് എത്തി. എന്നിട്ട് അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലം വരുമ്പോൾ ഈ സെക്യൂരിറ്റീസ് ഒക്കെ ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ സാത്താനും വെളിയിലേക്ക് ഇറങ്ങി. അതിനിടയിലാണ് അവിടുത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരാൾ ഷൂട്ട് ചെയ്യുന്നത്. അത് ആ തോമസ് ആയിരുന്നു. ആ വെടി കൊണ്ടത് ജെറീക്കോയ്ക്കും. എന്നാൽ ജെറീക്കോ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ അവന്മാരെല്ലാവരും കൂടെ ഇപ്പൊ തോമസിന്റെ പുറകെ പോവാണ്. പക്ഷെ അയാൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് വേഗം ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ജെറീക്കോ ഒരു റോപ്പ് ഇട്ടിട്ട് നേരെ താഴേക്ക് ഇറങ്ങാണ്. ഈ സമയം ആ തോമസ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് മുകളിലൂടെ ഓടുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അയാൾ താഴേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ ജെറീക്കോ അയാളെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ അയാളെ പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തോമസ് തോക്കെടുക്കുന്നത്.
അതിനെ തുടർന്ന് ആ കയറ് ലൂസായിട്ട് ആ തോമസ് നേരെ താഴേക്ക് വീഴാണ്. എങ്കിലും ജെറിക്കോ അയാളെ വിടുന്നില്ല. അയാൾ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ തോമസിനെ ഫോളോ ചെയ്തിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ തോമസ് നേരെ ഓടിപ്പോകുന്നത് ഒരു അണ്ടർഗ്രൗണ്ടിനകത്തേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ജെറിക്കോ അങ്ങോട്ട് എത്തി. ജെറിക്കോനെ കാണുമ്പോൾ തോമസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്താണ് ചെയ്തത് എന്ന് നിനക്കറിയോ? 1000 വർഷങ്ങൾക്ക് ശേഷം ആ സാത്താൻ അയാളുടെ ജയിലിൽ നിന്ന് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തോക്കെടുത്തു. എന്നാൽ അപ്പോഴേക്കും ജെറിക്കോ അവന്റെ കാലിന് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടി അയാൾ താഴേക്ക് വീണു. അങ്ങനെ ജെറിക്കോ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാളെ പരിശോധിക്കുന്നതിൽ നിന്നും അയാൾ ഒരു പ്രീസ്റ്റ് ആണ് എന്ന കാര്യം ജെറിക്കോയ്ക്ക് മനസ്സിലായി. ഈ സമയം അയാളുടെ പോക്കറ്റിൽ നിന്നും ജെറിക്കോയ്ക്ക് അയാളുടെ പേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ടെത്തി. ഈ പോലീസിനെ ലീഡ് ചെയ്യുന്ന ലേഡിയുടെ പേര് മാർഗി എന്നാണ്. അവൾ വന്ന ഉടനെ തന്നെ ജെറിക്കോന്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. നീ ഇയാളെ പരിശോധിച്ചിട്ട് എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വായിച്ചു. നീ എന്തെന്ന് കള്ളുടിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത്? നീ അതിൽ പറഞ്ഞല്ലോ അയാൾ നിന്നോട് സംസാരിച്ചെന്ന്. ഞങ്ങൾ അവനെ പരിശോധിച്ചു, അവന് നാക്കില്ല, പിന്നെ എങ്ങനെയാണ് അവൻ നിന്നോട് സംസാരിക്കുന്നത് എന്നാണ് ആ ലേഡി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജെറിക്കോയ്ക്ക് ശരിക്കും അത്ഭുതമായി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ജെറിക്കോ ചോദിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താണ് ജെറിക്കോ, നിങ്ങളൊരു കള്ളുകൂടിയനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടി സമയത്തെങ്കിലും നിങ്ങൾ കുടിക്കാതിരിക്കുക എന്നും പറഞ്ഞിട്ട് മാർഗി അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ അവരിത് പറഞ്ഞത് ജെറിക്കോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാന്നുള്ളത് അവന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ജെറിക്കോ നേരത്തെ തോമസിന്റെ കയ്യിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ അയാൾക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ് നോക്കുമ്പോൾ അതിലൊരു ബാറിന്റെ പേരാണ്. അവരുടനെ തന്നെ നേരെ ആ ബാറിലേക്കാണ് പോകുന്നത്. എന്നാൽ ആ തോമസിന്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബാറിലെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ആ ഡിസ്കഷനൊക്കെ ശേഷം ജെറിക്കോയും ബോബിയും കൂടെ നേരെ തോമസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം അവരവിടെ മൊത്തം സെർച്ച് ചെയ്യാണ്. ആ സെർച്ചിങ്ങിന്റെ ഇടയിൽ അവിടെ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ തോമസ് പറഞ്ഞ 1000 വർഷങ്ങൾക്ക് ശേഷം എന്ന കാര്യമുണ്ടല്ലോ, അതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജെറിക്കോ അതൊക്കെ നോക്കിയതിന് ശേഷം അടുത്തതായിട്ട് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് അവിടെ നിന്ന് ഒരു കുപ്പി കിട്ടി. അതിനകത്തുണ്ടായിരുന്നത് തോമസിന്റെ നാക്കായിരുന്നു. അതിൽ നിന്നും തോമസ് തന്നെയാണ് അയാളുടെ നാക്ക് കട്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ജെറിക്കോയ്ക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെയും അവരവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. ബോബി ചെന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ഒരു കറുത്ത പൂച്ച പുറത്തേക്ക് ചാടി. പെട്ടെന്ന് അതങ്ങോട്ട് ചാടി വന്നപ്പം ബോബി ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ പൂച്ച അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അതിനകത്തു നിന്നും അവർക്കൊരു ഫോട്ടോ കിട്ടി. അത് ആ ക്രിസ്റ്റീന്റെ ഫോട്ടോ ആയിരുന്നു. ഇത് ഏതാണ് ഈ പെണ്ണ് എന്നാണ് അവരിങ്ങനെ പരസ്പരം ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ ക്രിസ്റ്റീൻ ആണെങ്കിൽ നേരെ പള്ളി സെമിത്തേരിയിലേക്കാണ് പോയിരിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ മരിച്ചുപോയി. അവരുടെ കല്ലറയുടെ അടുത്തേക്കാണ് ക്രിസ്റ്റീൻ ഇപ്പൊ പോയിരിക്കുന്നത്. ഈ സമയവും ജെറിക്കോയും ബോബിയും ആ പ്രീസ്റ്റിന്റെ വീട്ടിൽ തന്നെയാണ്. പെട്ടെന്നാണ് ആ മാർഗിയും ബാക്കി പോലീസുകാരും അങ്ങോട്ട് വരുന്നത്. ജെറിക്കോനെയും ബോബിയും കാണുമ്പോൾ മാർഗി ഇപ്പം അവൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയാണ്. അത് ആ പ്രീസ്റ്റിനെ കുറിച്ചായിരുന്നു. അയാളുടെ പേര് തോമസ് എന്നാണ്. അയാൾ കുറെ കാലമായിട്ട് ഈ സിറ്റിയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ 6 മാസങ്ങൾക്ക് മുമ്പ് അയാൾ അപ്രത്യക്ഷമായി. എങ്ങോട്ടാണ് അയാൾ പോയത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. പിന്നീട് ഇന്നാണ് അയാൾ എല്ലാവരും കാണുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് വേറെയുള്ള ചില പ്രീസ്റ്റുകളുടെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ തോമസിന് എന്തോ ഒരു സ്പിരിച്വൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ആ പ്രീസ്റ്റുകൾ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെയാണ് മാർഗി ഇപ്പൊ ജെറിക്കോന്റെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പം സ്പിരിച്വൽ ക്രൈസിസോ, അതെന്താണ് സംഭവം? പിന്നെ എന്തിനായിരിക്കും ഇന്ന് ആ ബാങ്കറിനെ അയാൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് ജെറിക്കോ തിരിച്ചു ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാനും പറയാൻ വരുന്നത്. എന്തിനായിരിക്കും അയാൾ ആ ബാങ്കറിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്? മാത്രമല്ല ആ ഷൂട്ട് ഔട്ട് നടക്കുന്നതിനിടയിൽ ആ ബാങ്കർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അയാൾ എങ്ങോട്ടായിരിക്കും പോയത് എന്നാണ് മാർഗി ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ബോബിയാണ്. അത് നിങ്ങൾ ആ ഗേളിന്റെ അടുത്ത് ചോദിക്കാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? മാർഗിക്ക് ഡൗട്ടായി. എന്നാൽ ഈ സമയം ജെറിക്കോ ബോബിയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനാണ് ആ പെണ്ണിന്റെ പേര് ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്ന രീതിയിൽ അത് ബോബിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ പെൺകുട്ടി എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ആ പ്രീസ്റ്റിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ആ ബാങ്കർ എവിടെ പോയിന്ന് നിങ്ങൾ അയാളുടെ അടുത്ത് തന്നെ പോയി ചോദിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബോബി ജെറിക്കോന്റെയും കൂടെ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആ ക്രിസ്റ്റീൻ ആണെങ്കിൽ ഒരു ട്രെയിനിലിരിക്കുകയാണ്. കുറെ ആൾക്കാരും ആ ട്രെയിനിലുണ്ട്. ഈ സമയത്താണ് ഒരുത്തൻ അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവൻ ഇങ്ങനെ വന്നിട്ട് അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. വല്ല പിച്ചക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അവൾ കുറച്ച് പൈസ എടുത്തായി കൊടുത്തു. എന്നാൽ എന്നിട്ടും അയാൾ അവിടുന്ന് പോകുന്നില്ല. ഈ സമയം അയാൾ ചില കാര്യങ്ങളൊക്കെ ക്രിസ്റ്റീന്റെ അടുത്ത് പറയാണ്. നിന്റെ പേര് ക്രിസ്റ്റീൻ എന്നല്ലേ? നീ കാത്തിരുന്നോ? സാത്താൻ നിന്നെയും തേടി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ നിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അയാൾ നിന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കും എന്നൊക്കെയാണ് ആ മനുഷ്യനിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവക്കൊരു ഞെട്ടലായിരുന്നു. നീക്ക് എങ്ങനെ എന്റെ പേരറിയാമെന്ന് ചോദിച്ചിട്ട് അവൾ അയാളുടെ കൈ കയറി പിടിച്ചു. അതോടുകൂടെ ചില്ലുകളൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ അയാൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞു പോവാണ്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ആ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അവളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അവൾ കണ്ട് പേടിച്ചതുപോലെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിയുമ്പോഴാണ് തനിക്ക് തോന്നിയൊരു വിഷനായിരുന്നു അത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു സോറി പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജെറിക്കോ ഒപ്പം അവന്റെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയം തോമസ് പറഞ്ഞ വാക്കുകളാണ് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അതിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ജെറിക്കോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പെട്ടി എടുക്കുകയാണ്. മകളും ഭാര്യയും മരിച്ചതിന് ശേഷം ഇവനിപ്പം ദൈവത്തിൽ തീരെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈബിളൊക്കെ അവൻ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൻ ബൈബിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പെട്ടി എടുക്കുന്നത്. എന്നാൽ ബൈബിൾ എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നും അവനൊരു കളിപ്പാട്ടം കിട്ടി. അത് അവന്റെ മകളുടേതായിരുന്നു. അത് കാണുമ്പോൾ അവൻ അവന്റെ മകളെ ഓർമ്മ വരാൻ തുടങ്ങി. കുറെ നേരം അവൻ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്.
അങ്ങനെ ആ കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ആ ബൈബിൾ ഓപ്പൺ ചെയ്തു. അതിൽ ഈ 1000 വർഷത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ സാത്താൻ അവന്റെ ജയിലിൽ നിന്ന് മോചിതനാവുന്നു. അവൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ക്രിസ്റ്റീൻ ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ അവൾ അവളുടെ ഡോക്ടറെ വിളിക്കുകയാണ്, ഇന്ന് കണ്ട വിഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഈ സമയം ഡോക്ടർ അവളോട് പറയുന്നത്, നോക്ക് ക്രിസ്റ്റീൻ, ഞാൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു, നിന്റെ മനസ്സിന് യാതൊരുവിധ കുഴപ്പമില്ല. നീ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ ജസ്റ്റ് നിന്റെ ഒരു തോന്നല് മാത്രമാണ്. നീ തന്നെ വിചാരിച്ചാലേ ഇതിൽ നിന്നൊക്കെ നിനക്കൊരു മോചനം കിട്ടത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്താണ് അവളുടെ സ്റ്റെപ്പ് മദർ അങ്ങോട്ട് വരുന്നത്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഒരു നേഴ്സ് ഉണ്ടല്ലോ, മേബൽ, അവളാണ് ഇപ്പൊ ക്രിസ്റ്റീനെ നോക്കുന്നത്. അവളിങ്ങനെ അവളുടെ സങ്കടമൊക്കെ പറയുമ്പോൾ മേബൽ ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം ബൈബിളൊക്കെ വായിച്ചതിന് ശേഷം ജെറിക്കോ നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. അങ്ങനെ ആ പള്ളിയിൽ എത്തിയതിനു ശേഷം ജെറിക്കോ അവിടെ ഒരു പ്രീസ്റ്റിനെ കണ്ടു. ഈ സമയം ആ പ്രീസ്റ്റ് പറയുന്നത്, ഞാൻ പോലീസുകാരുടെ അടുത്ത് ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, ഇനി എനിക്ക് തോമസിനെ കുറിച്ച് പറയാനൊന്നുമില്ല എന്നാണ് ആ പ്രീസ്റ്റ് പറയുന്നത്. ഈ സമയം ജെറിക്കോ ചോദിക്കുന്നത്, ഓക്കെ, നിങ്ങൾ പോലീസുകാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അതൊന്നും അറിയാനല്ല വന്നിരിക്കുന്നത്. എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്, എന്തിനാണ് തോമസ് എന്റെ ആ ക്ലയന്റിനെ ഷൂട്ട് ചെയ്തത് എന്നാണ് ജെറിക്കോ പറയുന്നത്. ഷൂട്ട് ചെയ്തതെന്നോ? തോമസോ? ഒരിക്കലുമില്ല. കുറെ വർഷങ്ങളായിട്ട് ഈ തോമസ് എന്റെ കൊളീഗാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അയാൾ ആരെയും കൊല്ലാനൊന്നും ശ്രമിക്കത്തില്ല എന്നാണ് പ്രീസ്റ്റ് പറയുന്നത്. അപ്പൊ ഞാൻ തമാശ പറയുന്നതാണെന്നാണ് നിങ്ങളുടെ വിചാരം? സത്യം പറ, നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളും ആ തോമസൊക്കെ ആരാണ്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ജെറിക്കോ വീണ്ടും ചോദിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നോ? ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ പ്രീസ്റ്റ് അങ്ങനെ പറയുമ്പം ജെറിക്കോ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ, ദൈവത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ദൈവമാണോ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തോമസിന് കൊട്ടേഷൻ കൊടുത്തത്? അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രീസ്റ്റിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നോക്കൂ മിസ്റ്റർ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഇവിടെ മറ്റൊരു ലോകം തന്നെയുണ്ട്. ആ ഒരു ലോകം തോമസ് കാണുകയും ചെയ്തു. ആ ഒരു കാഴ്ചയാണ് തോമസിന് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ നാക്ക് പിഴുതെടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ തോമസിന് അതുണ്ടായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറച്ച് ദിവസങ്ങൾക്കകം ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നുണ്ട്. തോമസ് നിങ്ങളുടെ അടുത്തൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ പെൺകുട്ടിയാണ് ആ സംഭവത്തിന്റെ മെയിൻ കാരണക്കാരി. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രീസ്റ്റ് അവിടുന്ന് പോവാണ്. എന്നാൽ അയാൾ അവിടുന്ന് പോയെങ്കിലും ജെറിക്കോ പിന്മാറുന്നില്ല. അവൻ ഉടനെ തന്നെ അയാൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ പള്ളിക്കകത്തുള്ള ഒരു പ്രത്യേക റൂമിലേക്കാണ് ആ പ്രീസ്റ്റ് പോകുന്നത്. അവിടെ വേറെയും കുറെ പ്രീസ്റ്റുകളുണ്ട്. അവിടുത്തെ ഒരു ബെഡിലായിട്ട് ഒരു ലേഡിയെ കിടത്തിയിട്ടുണ്ട്. അവളുടെ 2 കൈപ്പത്തിയിലും 2 കാലിലുമായിട്ട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്, അവരെ ക്രൂസിഫൈ ചെയ്ത പോലെ. മാത്രമല്ല അവരുടെ ശരീരത്തിൽ ചെകുത്താൻ കൂടിയതുപോലെയാണ് അവരിപ്പം അവിടെ നിന്ന് ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്നത്. ഈ സമയം ജെറിക്കോ അങ്ങോട്ട് വന്നു കാണുമ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവളുടെ ആ നിലവിളി കേൾക്കുമ്പോഴാണ് ജെറിക്കോ അങ്ങോട്ട് വന്ന കാര്യം ആ പ്രീസ്റ്റിനും മനസ്സിലാവുന്നത്. നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? നീ ഇവിടെ നിന്ന് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് ആ പ്രീസ്റ്റ് അവൻ അവിടെ നിന്ന് ഇറക്കി വിടാണ്. ഇതേ സമയം തന്നെ സാത്താനാണെങ്കിൽ ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സിറ്റിയിൽ പല ഭാഗങ്ങളിലായിട്ട് ഓരോന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ ആ മാർക്കിംഗ് ഒക്കെ നോക്കിയിട്ടാണ് അവിടെ നിന്ന് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ക്രിസ്റ്റീന്റെ ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളും അയാളുടെ ഭാര്യയും മകളും കൂടെ അയാളുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതേ ഡോക്ടർ തന്നെയാണ് ക്രിസ്റ്റീൻ ജനിച്ച സമയത്ത് അവളുടെ വായിലേക്ക് ആ പാമ്പിന്റെ ചോരയാക്കി കൊടുത്തത്. അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു ബെല്ലടി ശബ്ദം കേൾക്കുന്നത്. ഡോക്ടർ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ അത് സാത്താനായിരുന്നു. പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്നു കണ്ട് ഡോക്ടർ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ വന്ന ഉടനെ തന്നെ സാത്താൻ ചോദിക്കുന്നത് ക്രിസ്റ്റീൻ എവിടെയാണെന്നാണ്. അതേക്കുന്ന ഡോക്ടർ പറയുന്നത്, ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചു, അവളിപ്പം സേഫ് ആയിട്ടൊരു സ്ഥലത്തുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഇതുവരെയായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമ്മളിപ്പോഴും സേഫ് ആണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സാത്താൻ അടുത്തതായിട്ട് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയാണ് ആ തോമസ് ഉള്ളത്. ഇപ്പൊ സാത്താൻ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തോമസ് ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. എന്നാൽ അയാളുടെ 2 കൈയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സാത്താൻ അങ്ങോട്ട് വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ജെറിക്കോയും പോലീസുകാരും അങ്ങോട്ട് എത്തി. എന്നാൽ അവരങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ആ തോമസിനെയും ആ സാത്താൻ ക്രൂസിഫൈ ചെയ്തിരിക്കുകയാണ്. ആ റൂമിന്റെ റൂഫിലായിട്ടാണ് തോമസ് ഇപ്പൊ കിടക്കുന്നത്. മാത്രമല്ല അയാളുടെ ദേഹം മൊത്തം ചോരയാണ്. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ജെറിക്കോയും ടീമും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സാത്താൻ നേരെ പോകുന്നത് ഒരു തിയേറ്ററിലേക്കാണ്. ആ ഡോക്ടറും അവിടെയുണ്ട്. സാത്താൻ അങ്ങോട്ട് വരുമ്പോൾ ഡോക്ടർ സാത്താനെയും വിളിച്ചിട്ട് ആ തിയേറ്ററിന്റെ അകത്തുള്ള മറ്റു റൂമിലേക്ക് പോവാണ്. ഇവിടെയാണ് ഇവരുടെ ഹൈഡ് ഔട്ട്. ഇതേ സമയം തന്നെ പോലീസുകാരെല്ലാവരും കൂടെ ആ തോമസിന്റെ ശരീരം എടുത്ത് താഴേക്ക് വെച്ചു. അവരിപ്പം അയാളുടെ ബോഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ നെഞ്ചത്തായിട്ട് എന്തൊക്കെ ഇങ്ങനെ കുത്തി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അവരതൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടർ ഇപ്പം അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വർഷങ്ങൾ കഴിയുമ്പോൾ സാത്താൻ അവന്റെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതാണ് ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതിൽ പറയുന്നത് ക്രൈസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്നാണ്. ആ കാര്യങ്ങളൊക്കെ അവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ തോമസ് ചാടി എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ അത് കണ്ടതും ഒരു പോലീസുകാരനെ അയാളെ വെടിവെച്ചു കൊല്ലുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെറിക്കോയും ബോബിയും വെളിയിലേക്ക് ഇറങ്ങി.
ഇപ്പൊ ജെറിക്കോ ബോബിയുടെ അടുത്ത് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടുപിടിക്കണം എന്നാണ്. അതേക്കുമ്പോൾ പെണ്ണിനെ കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവളുടെ പേര് പോലും അറിയാതെ നമ്മൾ എവിടെ ചെന്നിട്ടാണ് അവൾ അന്വേഷിക്കേണ്ടത് എന്നാണ് ബോബി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ പേര് നമുക്ക് കിട്ടിയല്ലോ. ഇപ്പൊ ആ ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞ കാര്യം നീ കേട്ടില്ലേ? ക്രൈസ്റ്റ് ഇൻ ന്യൂയോർക്ക്. ക്രൈസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്നല്ല അതിൽ എഴുതിയിരിക്കുന്നത്, അത് ക്രിസ്റ്റീൻ യോർക്ക് എന്നാണ്. അങ്ങനെ ഒരു പേരിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഒരു സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ക്രിസ്റ്റീൻ യോർക്ക് എന്ന പേരിൽ ഒരു പെൺകുട്ടി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആ പരിശോധനയിൽ അവർക്ക് ക്രിസ്റ്റീന്റെ അഡ്രസ്സ് കിട്ടുകയും ചെയ്തു. ഇതേ സമയം തന്നെ ക്രിസ്റ്റീൻ ആണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ വീട്ടിൽ തന്നെയുള്ള ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാളിപ്പോ പറയുന്നത്, നീ വേഗം റെഡി ആയിട്ട് നിൽക്ക്, ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി മേബൽ ഉണ്ടാവും, നിന്നോട് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്രിസ്റ്റീൻ ഇപ്പൊ കുളിക്കാൻ വേണ്ടി അവളുടെ ബാത്റൂമിലേക്ക് പോവാണ്. എന്നാൽ അവിടുത്തെ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ ബാത്ടബിലായിട്ട് ഇപ്പൊ അവളുടെ അടുത്ത് വന്ന് സംസാരിച്ച് അയാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവൾ പേടിച്ചോടാൻ തുടങ്ങി. ഈ സമയത്താണ് വേറെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സും പ്രത്യേക തരത്തിലുള്ള ഒരു മാലയൊക്കെ അവർ ധരിച്ചിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവർ ക്രിസ്റ്റീനെ പിടിച്ചു. അതിനുശേഷം അതിലൊരാളിപ്പം ഒരു കത്തി എടുത്തിട്ട് അവളെ കൊല്ലാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ജെറിക്കോയും ബോബിയും അങ്ങോട്ട് വരുന്നത്. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു കിടിലൻ ഷൂട്ടൗട്ടാണ്. ആ ഷൂട്ടൗട്ട് നടക്കുന്നതിനിടയിൽ ക്രിസ്റ്റീൻ ആണെങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ജെറിക്കോ അയാളുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം ജെറിക്കോ ഇപ്പം അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ആ ഫൈറ്റിനിടയിൽ ജെറിക്കോനെ ഇടിച്ചിട്ട് അയാൾ ഓടുകയും ചെയ്തു. എന്നാൽ അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അയാളുടെ മാല ജെറിക്കോ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സമയം ക്രിസ്റ്റീൻ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജെറിക്കോ ആണെങ്കിൽ ക്രിസ്റ്റീന്റെ അടുത്താണ് നിൽക്കുന്നത്. അവനിപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ആ തോമസിനെ കുറിച്ചാണ്. തോമസ് എന്ന പേരിൽ ഒരു പ്രീസ്റ്റിനെ നിനക്ക് അറിയാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് അറിയത്തില്ല എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ മേബൽ അങ്ങോട്ട് വന്നു. അത് കാണുമ്പോൾ ജെറിക്കോ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ ജെറിക്കോ അങ്ങോട്ട് വന്നപ്പം അവിടെ റിലീജിയൻ പരമായിട്ടുള്ള പല പുസ്തകങ്ങളും അവൻ കണ്ടിട്ടുണ്ട്. അവൻ അതിലൊരു പുസ്തകം എടുത്തിട്ട് വേഗം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൻ ആ പുസ്തകമായിട്ട് നേരെ പോകുന്നത് ബോബി ഇരിക്കുന്നവരുടെ വാനിന്റെ അകത്തേക്കാണ്. അതിനുശേഷം അവൻ ആ പുസ്തകമൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് ആ മേബൽ അവരുടെ റൂമിൽ നിൽക്കുന്നുണ്ട്. അവളിപ്പം ആ ഡോക്ടറുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. ഡോക്ടർ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എത്രയും പെട്ടെന്ന് ക്രിസ്റ്റീനുമായിട്ട് നമ്മുടെ ഹൈഡൌട്ടിലേക്ക് വരണം, സാത്താൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. എന്നാൽ അത് കേൾക്കുന്ന മേബിള് പറയുന്നത്, എനിക്ക് ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ ഫോളോ ചെയ്തിട്ട് വരും, അതുകൊണ്ട് ഇവരിവിടുന്ന് പോട്ടെ, അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരാം എന്നാണ് മേബിള് പറയുന്നത്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ സാത്താന്റെ അടുത്തേക്ക് എത്തി. അതിനുശേഷം മേബിള് പറഞ്ഞ കാര്യം പറയാണ്. അവൾ ഇപ്പൊ ക്രിസ്റ്റീനുമായിട്ട് ഇങ്ങോട്ട് വരത്തില്ല എന്ന് അറിയുമ്പോൾ സാത്താന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ഒറ്റയടിക്ക് തന്നെ ആ ഡോക്ടറുടെ തല മൊത്തം തകർത്ത് കളയാണ്. ഇതേസമയം തന്നെ ജെറിക്കോ ആണെങ്കിൽ ആ വാനിന്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് ആ പുസ്തകം മൊത്തം മറിച്ചു നോക്കുകയാണ്. അതിലൊരു പേജിലായിട്ട് ഒരു ചിത്രം കാണുന്നുണ്ട്. അവൻ നേരത്തെ ഒരാളുടെ കഴുത്തിൽ നിന്നൊരു മാല പൊട്ടിച്ചെടുത്തല്ലോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അത് മനസ്സിലായതും അവൻ ആ പുസ്തകമായിട്ട് ക്രിസ്റ്റീനെ കാണാൻ വേണ്ടി അവളുടെ വീടിനകത്തേക്ക് പോവാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും സാത്താൻ അങ്ങോട്ടെത്തി. അയാളിപ്പം ബോബി ഇരിക്കുന്ന ആ വാനിന്റെ പുറകിലാണ് നിൽക്കുന്നത്. ഈ സമയം തന്നെ ജെറിക്കോ ആണെങ്കിൽ ക്രിസ്റ്റീന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവനത് സംസാരിക്കുന്നതിനിടയിൽ അവൾ ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുത്തു. ഈ സമയം ജെറിക്കോ അവളോട് പറയുന്നത്, നീ ഈ മാല കണ്ടില്ലേ, ഇത് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരുത്തന്റെ കഴുത്തിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്താണ്. ഞാൻ ഈ മാലയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ കണ്ടു. ഈ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം വത്തിക്കാൻ നൈറ്റ്സിന്റെ മാലയാണിത്. ഈ വത്തിക്കാൻ നൈറ്റ്സ് ഡാർക്ക് ഏഞ്ചലിന്റെ ഭൂമിയിലേക്കുള്ള വരവും കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അപ്പൊ ഈ വത്തിക്കാൻ നൈറ്റ്സ് എന്ന് പറയുന്നത് ഡെവിലിന്റെ ആൾക്കാരാണോ? അവർക്ക് സംശയമായി. അല്ല, ഈ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ഈ വത്തിക്കാൻ നൈറ്റ്സ് ഒക്കെ നല്ല ആൾക്കാരാണ്. അവര് ഡെവിളിനെയും ഡെവിളിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും സ്റ്റോപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ പിന്നെ എന്തിനാണ് അവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അവളുടെ അടുത്ത ചോദ്യം. ആ കാര്യം പറഞ്ഞതിന് ശേഷം അവൾ ആ ആപ്പിൾ എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ ആപ്പിളിലായിട്ട് കുറെ ആത്മാക്കളുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അതെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സമയം അവൾ വിചാരിച്ചിരിക്കുന്നത് അത് അവൾക്ക് നേരത്തെ ഉണ്ടായതുപോലത്തെ ഒരു വിഷൻ ആണെന്നാണ്. അവൾ ആ കാര്യം അവനോട് പറയുമ്പോൾ ജെറിക്കോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ക്രിസ്റ്റീൻ, ഇത് നിന്റെ വിഷനല്ല, ഈ ഒരു കാഴ്ച ഞാനും കണ്ടതാണ് എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ അവനും കൂടെ അത് കണ്ടെന്ന് അറിയുമ്പോൾ അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ സാത്താനാണെങ്കിൽ അവരുടെ വീടിന്റെ പുറത്ത് നിൽക്കുകയാണ്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മൂത്രമൊഴിക്കാൻ തുടങ്ങി. അങ്ങനെ മൂത്രം ഒഴിച്ചതിന് ശേഷം അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് ആ മൂത്രത്തിലേക്ക് ഇടുകയാണ്. അതോടുകൂടെ പെട്രോൾ കത്തിപ്പിടിക്കുന്ന പോലെ അതൊക്കെ കത്തിപ്പിടിക്കാൻ തുടങ്ങി. ഈ സമയമാണ് എന്തോ ഒരു സംശയത്തിന് പുറത്ത് അവിടുത്തെ വാനിലിരിക്കുന്ന ബോബി പുറത്തേക്ക് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവിടെയുള്ള മുഴുവൻ വണ്ടികളും പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയം പൊട്ടിത്തെറി നടന്നുകൊണ്ട് ക്രിസ്റ്റീന്റെ വീടിനകത്തേക്കും തീ പിടിക്കാൻ തുടങ്ങി. അത് കണ്ടതും ജെറിക്കോ അവളെയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയത്താണ് ആ മേബൽ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവളിപ്പോ ജെറിക്കോയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ അവൻ വിചാരിച്ച പോലെ അവളെ കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. അത്രയും പവർഫുൾ ആയിരുന്നു അവള്.
എങ്കിലും കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം കഷ്ടപ്പെട്ട് അവൻ അവളെ അടിച്ചു വീഴ്ത്തി. അതിനുശേഷം വേഗം തന്നെ ക്രിസ്റ്റീനെയും കൊണ്ട് ആ വീടിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് സാത്താൻ ആ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അയാൾ ആ തീയിലൂടെ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് ജെറിക്കോയും കാണുന്നുണ്ട്. ഈ സമയത്താണ് ക്രിസ്റ്റീനും അയാളെ കാണുന്നത്. ഇതിനു മുമ്പ് പലതവണ അവളുടെ സ്വപ്നത്തിൽ അയാൾ അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരിട്ട് കണ്ടപ്പം അവൾക്കൊരു ഞെട്ടലായിരുന്നു. കുറച്ചു സമയം അവളിങ്ങനെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ജെറിക്കോ ആണെങ്കിൽ അവളെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സമയം സാത്താനാണെങ്കിൽ നേരെ പോകുന്നത് അവിടെ കിടക്കുന്ന മേബലിന്റെ അടുത്തേക്കാണ്. അവൾക്കിപ്പോ നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്നാണ് അവളിപ്പോ സാത്താന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല മേബൽ, നീ ഇനി ജീവിക്കണ്ട. വളരെ ചെറിയൊരു ജോലിയല്ലേ നിന്നെ ഏൽപ്പിച്ചത്, ആ ക്രിസ്റ്റീനെ സംരക്ഷിക്കണമെന്ന്. എന്നിട്ട് അത് നിനക്ക് പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നീ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മേബലിനെ കൊന്നുകളയാണ്. ഇതേ സമയം തന്നെ ജെറിക്കോ ആണെങ്കിൽ ക്രിസ്റ്റീനെയും കൊണ്ട് അവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ പോലീസുകാരിയായ മാർഗിയും വേറൊരു പോലീസുകാരനെ കണ്ടുവരുന്നത്. ഈ മാർഗി ഈ പോലീസുകാരനൊക്കെ ഇപ്പൊ സാത്താന്റെ ആൾക്കാരാണ്. ജെറിക്കോനെ കാണുമ്പോൾ അവൾ ആ പോലീസുകാരനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് അവനെ കൊന്നിട്ട് ആ പെണ്ണിനെ പിടിക്കാനാണ്. അത് കേൾക്കുന്ന ജെറിക്കോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ തോക്കെടുത്തിട്ട് അവരെ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലാണ്. അതിനുശേഷം അവൻ ക്രിസ്റ്റീനെയും കൊണ്ട് അവിടെ ഓടുകയും ചെയ്തു. അങ്ങനെ അവര് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ സാത്താൻ അങ്ങോട്ടെത്തി. അയാൾ നോക്കുമ്പോൾ മാർഗി ആ പോലീസുകാരന് മരിച്ചു കിടക്കുകയാണ്. ഈ സമയം അയാൾ നേരെ മാർഗിയുടെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അയാൾ മാർഗിയുടെ അടുത്ത് പറയുന്നത് നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ എഴുന്നേക്ക്, എന്നിട്ട് നിന്റെ ബാക്കിയുള്ള ആളുകളെയും കൂട്ടി ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നടക്കുകയാണ്. അയാൾ അത്രയും പറഞ്ഞങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ മരിച്ചുപോയ മാർഗിയാണെങ്കിൽ എഴുന്നേക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ജെറിക്കോ ക്രിസ്റ്റീനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ പള്ളിയിലേക്കാണ്. അതിനുശേഷം അവർക്ക് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ പ്രീസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു. അതേക്കുന്ന പ്രീസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ലേഡി ഉണ്ടല്ലോ അവരുടെ മുന്നിലേക്കാണ്. ഇപ്പോഴും അവരവിടെ നിന്നിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ മുറിവുകളൊന്നും കാണുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് ജെറിക്കോ ചോദിക്കുന്നത്. അതേക്കുന്ന പ്രീസ്റ്റ് പറയുന്നത് അത് ഈ ലേഡിക്ക് ഇവിടുത്തെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലേഡിക്ക് ഒരു ബോധക്ഷയം ഉണ്ടായത്. പിന്നീട് ഇവർക്ക് ബോധം വന്നപ്പോൾ ഇവൾ ഈ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ലേഡിക്ക് ഈ ലാംഗ്വേജുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതെന്താണ് സംഭവം എന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. എന്നിട്ടും അവൾ ആ ലാംഗ്വേജിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഈ സംസാരിക്കുന്നത് എൻഡ് ഓഫ് ദ ഡേനെ കുറിച്ചിട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രീസ്റ്റ് പറയുന്നത്. എന്നാൽ അത് കേട്ടിട്ടൊന്നും ജെറിക്കോയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്, ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ക്ലിയർ ആക്കി തരാം. നീക്ക് ഈ സാത്താന്റെ നമ്പർ എത്രയാണെന്ന് അറിയോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പം അത് 666 അല്ലേ എന്നാണ് അവള് പറയുന്നത്. അതെ, നിങ്ങൾ കണ്ടത് 666 ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് 666 അല്ല, 999 ആണ്. ആ സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷം 1999 സാത്താൻ ഭൂമിയിലേക്ക് വരുന്നതാണ്. അയാളത് പറഞ്ഞു കഴിയുമ്പം പക്ഷെ എന്തിനാണ് സാത്താൻ എന്നെ അന്വേഷിച്ചു വരുന്നത് എന്നാണ് അവൾ അടുത്തായിട്ട് ചോദിക്കുന്നത്. അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ആ പ്രീസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പുസ്തകം എടുത്തിട്ട് അവൾക്കൊരു സിമ്പിൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സിമ്പിൾ നീ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആ സിമ്പിൾ കാണുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. അവൾ അവളുടെ കയ്യിൽ ആ സിമ്പിൾ കാണിച്ചു കൊടുത്തു. ഇവള് ജനിച്ചപ്പോൾ മുതൽ ഈ സിമ്പിൾ ഇവളുടെ കയ്യിലുണ്ട്. അത് കാണുന്ന പ്രീസ്റ്റിന് ഒരു ഞെട്ടലായിരുന്നു. അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജനിച്ച അന്നു മുതൽ ഈ പള്ളിയിലെ മുഴുവൻ ആൾക്കാരും നിന്നെ അന്വേഷിച്ചാണ് നടക്കുന്നത്. ഓരോ 1000 വർഷങ്ങൾ കഴിയുമ്പോഴും സാത്താൻ ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിക്കും. എന്നിട്ട് സാത്താൻ അയാളുടെ ഇണയെ അന്വേഷിച്ചിട്ട് ഈ ഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കും. ഇത്തവണ സാത്താന്റെ ഇണ നീയാണ്. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സിമ്പിൾ വന്നത്. സാത്താൻ എങ്ങനെയെങ്കിലും നിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ സാത്താൻ നിന്നിലൂടെ സാത്താന്റെ കുട്ടികളെ സൃഷ്ടിക്കും. എന്നിട്ട് അവരെയൊക്കെ വെച്ച് ഈ ലോകത്ത് സാത്താന്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക. അതാണ് സാത്താന്റെ ലക്ഷ്യം. 2000 ആണ്ട് പിറക്കുന്നതിന് മുമ്പായിരിക്കും സാത്താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആ സമയം കടന്നുപോയി കഴിഞ്ഞാൽ സാത്താന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2000 പിറക്കുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്നാ മതി എന്നൊക്കെയാണ് ആ പ്രീസ്റ്റ് പറയുന്നത്. എന്നാൽ ഇതൊന്നും ജെറിക്കോയ്ക്ക് വിശ്വാസം വന്നില്ല. ജെറിക്കോ പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ വേഗം എന്റെ കൂടെ വരാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ അവനെ നേരിടാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്നാണ് ജെറിക്കോ പറയുന്നത്. എന്നാൽ ക്രിസ്റ്റീൻ അതിന് സമ്മതിക്കുന്നില്ല. ഇവര് പറയുന്നൊക്കെ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുന്ന ജെറിക്കോ ആണെങ്കിൽ വളരെ നിരാശയോടെയാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ജെറിക്കോ ഇപ്പൊ അവന്റെ വീട്ടിലെത്തി. അവന് വല്ലാത്ത നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ ഒരു കുപ്പി മദ്യം എടുക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് സാത്താൻ അങ്ങോട്ട് വരുന്നത്. സാത്താനെ കണ്ടതും അവൻ തോക്കെടുത്തു. അത് കാണുമ്പോൾ ഇല്ല ജെറിക്കോ, ആ തോക്ക് വെച്ചിട്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഇപ്പൊ എത്രമാത്രം വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. നീ നിന്റെ ഭാര്യയും മകളും മരിച്ച സങ്കടത്തിലല്ലിരിക്കുന്നത്. അവരെ ഞാൻ നിനക്ക് തിരിച്ചു തന്നാലോ എന്ന് പറഞ്ഞിട്ട് സാത്താൻ ഇപ്പൊ ജെറിക്കോന്റെ ഭാര്യയും മകളെയും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അവരിങ്ങനെ ജീവനോട് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ജെറിക്കോയ്ക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയം സാത്താൻ അവന്റെ അടുത്ത് വന്ന് പറയുന്നത് നീ കണ്ടില്ലേ, ഇവരെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുതരാം. അതിന് പകരമായിട്ട് ആ പെണ്ണിനെ എനിക്ക് വേണം എന്നാണ് സാത്താൻ പറയുന്നത്. അതേക്കുമ്പോൾ ഇല്ല, ഇവരൊന്നും റിയൽ അല്ല എന്നാണ് ജെറിക്കോ പറയുന്നത്. എന്നാൽ ഈ സമയം സാത്താൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ ഉയർത്താണ്. അതോടുകൂടെ ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് വന്നു. അവർ നേരെ വരുന്നത് ജെറിക്കോന്റെ ഭാര്യയും മകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ സാത്താൻ ഇവിടെ കാണിക്കുന്നത് റിയൽ ആയിട്ട് എന്താണ് ജെറിക്കോയുടെ ഭാര്യയ്ക്കും മകൾക്കും സംഭവിച്ചെന്നുള്ളതാണ്.
അതായത് ജെറിക്കോ നേരത്തെ പോലീസിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പോലീസിലായിരുന്ന സമയത്ത് ചില കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാർക്കെതിരെ ഇവൻ ചില മൊഴികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരത്തില് അവന്മാര് തന്നെയാണ് ജെറിക്കോന്റെ ഭാര്യയും മകളെയും കൊന്നു കളഞ്ഞത്. ആ ഒരു കാര്യമാണ് ഇപ്പൊ അവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജെറിക്കോ അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരാരും റിയൽ അല്ലാത്തതുകൊണ്ട് വെടിയൊന്നും അവർക്ക് കൊള്ളുന്നില്ല. പിന്നീട് ജെറിക്കോ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാളുടെ ഭാര്യയും മകളും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതൊക്കെ കണ്ട് ജെറിക്കോ ആണെങ്കിൽ ശരിക്കും സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈ സമയം സാത്താൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചത്. പക്ഷെ ഇവരെയൊക്കെ എനിക്ക് പഴയതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ പറ്റും. അതിനുവേണ്ടി നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ പെണ്ണിനെ എനിക്ക് തരണം എന്നാണ് സാത്താൻ പറയുന്നത്. എന്നാൽ ജെറിക്കോ അതിന് സമ്മതിക്കുന്നില്ല. ഒരിക്കലും നിനക്ക് ആ പെണ്ണിനെ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ജെറിക്കോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സാത്താന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ ചെന്നിട്ട് ജെറിക്കോനെ പൊക്കിയെടുക്കുകയാണ്. ഈ സമയം ജെറിക്കോ ആണെങ്കിൽ സാത്താനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സാത്താൻ ജെറിക്കോനെ എടുത്തിട്ട് ആ ജനലും തകർത്തിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ്. നല്ല ഉയരമുള്ള ഒരു ബിൽഡിങ്ങിലാണ് അവരുള്ളത്. എന്നാൽ അപ്പുറത്തേക്ക് ഇട്ടെങ്കിലും ജെറിക്കോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ സമയം സാത്താൻ ജെറിക്കോന്റെ അടുത്ത് വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിനക്ക് ഇനിയും സമയമുണ്ട്, ആ പെണ്ണിനെ തിരിച്ചു തന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഞാൻ പഴയതുപോലെ തന്നെ ആക്കി തരാം എന്നാണ് സാത്താൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ കേൾക്കാം, നിങ്ങളിപ്പോൾ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അവൻ കൈ കാണിക്കുകയാണ്. അത് കണ്ടതും സാത്താനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി അയാളെ കൈ നീട്ടി. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൻ സാത്താനെ വലിച്ചിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കിടാണ്. അതിനുശേഷം അവൻ കഷ്ടപ്പെട്ട് അവന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു കയറി. എന്നിട്ട് അവൻ വേഗം ചെന്നിട്ട് അവന്റെ തോക്കെടുത്തു. ഈ സമയത്താണ് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് സാത്താൻ തന്നെ ആയിരിക്കും എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ അത് ബോബിയായിരുന്നു. ബോബിയെ കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് ബോബി മരിച്ചു പോകുന്നത് അവൻ നേരത്തെ കണ്ടതാണ്. ഇതും സാത്താൻ അവനെ പറ്റിക്കാൻ ചെയ്യുന്നതാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ബോബി ആണെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് അവനോട് സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അത് ബോബി ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ജെറിക്കോ അവന്റെ കയ്യിലേക്കൊന്ന് ഷൂട്ട് ചെയ്യാണ്. ആ വെടി അവനെ കൊള്ളുകയും ചെയ്തു. അതിൽ നിന്നും അത് ഒറിജിനൽ ബോബിയാണ് എന്ന കാര്യം ജെറിക്കോയ്ക്ക് മനസ്സിലായി. ഈ സമയം ജെറിക്കോ ബോബിയുടെ അടുത്ത് പറയുന്നത്, നീ എന്തായാലും വന്ന് നന്നായി, നമുക്ക് എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടുപിടിക്കണം, ഇനി അധികം സമയമില്ല എന്നും പറഞ്ഞിട്ട് അവൻ ബോബിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം തന്നെ ആ പ്രീസ്റ്റുകളെല്ലാവരും കൂടെ ക്രിസ്റ്റീനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്താണ് ആ വത്തിക്കാൻ നൈറ്റ്സും അവരുടെ പ്രീസ്റ്റും അങ്ങോട്ട് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ ബാക്കിയുള്ള പ്രീസ്റ്റുകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ അവർ ക്രിസ്റ്റീനെ എടുക്കുകയാണ്. അതിനുശേഷം ആ പ്രീസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് ആ ക്രിസ്റ്റീനയെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ജെറിക്കോ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ പ്രീസ്റ്റിന്റെ കത്തിക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ആ കത്തി തെറിച്ചു പോവുകയും ചെയ്തു. അടുത്തതായിട്ട് ജെറിക്കോ ഷൂട്ട് ചെയ്യുന്നത് അയാളുടെ കൈയിനാണ്. അത് കറക്റ്റായിട്ട് അയാളുടെ കയ്യിൽ കൊള്ളുകയും ചെയ്തു. അങ്ങനെ അയാൾ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അവൻ വേഗം തന്നെ ചെന്നിട്ട് ക്രിസ്റ്റീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ പള്ളി മൊത്തത്തിൽ കുലുങ്ങുന്നത്. അവർ നോക്കുമ്പോൾ സാത്താൻ ഇപ്പൊ ആ പള്ളിയുടെ അകത്തേക്ക് കയറി. അത് കണ്ടതും ജെറിക്കോ ആണെങ്കിൽ ക്രിസ്റ്റീനെയും കൊണ്ട് വേറൊരു വഴി പുറത്തേക്ക് പോവാണ്. ഈ സമയം സാത്താൻ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അതിലൊരു പ്രീസ്റ്റ് ഒരു കുരിശെടുത്തു. എന്നാൽ അത് കാണുന്ന സാത്താനാണെങ്കിൽ ആ കുരിശ് പിടിച്ചിട്ട് അവന്റെ തലയിൽ തന്നെ ഒരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പ്രീസ്റ്റുകളൊക്കെ ഇടിച്ചിടാൻ തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴേക്കും ജെറിക്കോ ക്രിസ്റ്റീനെയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് സാത്താന്റെ കുറെ ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരുന്നത്. അവർക്കിപ്പം എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ബോബി അവന്റെ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ഈ സമയം ജെറിക്കോന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്റ്റീന വേഗം ചെന്നിട്ട് ബോബിയുടെ കാറിലേക്ക് കയറാണ്. അങ്ങനെ അവള് കാറിലേക്ക് കയറി കഴിയുമ്പോൾ ജെറിക്കോയും വേഗം കാറിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ബോബി അത് ലോക്ക് ചെയ്യാണ്. അതെ, ബോബി ആ സാത്താന്റെ ആളാണ്. അങ്ങനെ ബോബി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും ജെറിക്കോ ആ കാറിന്റെ പുറകിലേക്ക് ചാടി. എന്നാൽ അപ്പോഴേക്കും ജെറിക്കോനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ബോബി ആ കാറും കൊണ്ട് മുന്നിലേക്ക് പോവാണ്. അങ്ങനെ സാത്താന്റെ ആൾക്കാരൊക്കെ ജെറിക്കോയുടെ അടുത്തെത്തി. അതിനുശേഷം അവരെല്ലാവരും കൂടെ ജെറിക്കോനെ ശരിക്കിട്ട് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ കുറെ ഇടിച്ചു കഴിയുമ്പോൾ സാത്താനും അങ്ങോട്ട് വന്നു. അയാളിപ്പോൾ ജെറിക്കോന്റെ അടുത്ത് പറയുന്നത്, നിന്നെ ഞാൻ കൊല്ലത്തില്ല, ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നീ നേരിട്ട് കാണണം എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ അവനെ ഏൽപ്പിച്ചിട്ട് അയാൾ വേഗം ബോബിയുടെ ആ കാറിലേക്ക് കയറാണ്. അതിനുശേഷം അവർ ക്രിസ്റ്റീനെയും കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ സാത്താൻ പറഞ്ഞത് പ്രകാരം ജെറിക്കോനെ ഒരു കുരിശിൽ തറയ്ക്കുകയാണ്. അതിനുശേഷം അവരവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് അവനെ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നത്തെ ഡേറ്റ് 1999 ഡിസംബർ 31. അതായത് ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ ദിവസം. നാളെയാണ് ന്യൂ ഇയർ. രാവിലെ തന്നെ ഒരാൾ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ കുരിശിലേറ്റിരിക്കുന്ന ജെറിക്കോനെ അയാൾ കാണുന്നത്. അയാൾ ഉടനെ തന്നെ ജെറിക്കോനെയും കൊണ്ട് നേരെ ആ പള്ളിയിലേക്കാണ് പോകുന്നത്. സമയം വൈകുന്നേരം ആകുമ്പോഴാണ് ജെറിക്കോയ്ക്ക് ബോധം വരുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ ആ പ്രീസ്റ്റുകളുടെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പൊ സമയം എത്രയെന്നാണ്. 7 മണിയായി എന്നാണ് അവർ പറയുന്നത്. അതേക്കുമ്പോൾ 7 മണിയിലായിട്ടുള്ളൂ, അപ്പൊ ഇനിയും സമയമുണ്ട്, ഞാൻ അവളെ രക്ഷിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം അവൻ നേരെ ചെന്ന് അവന് വേണ്ട കുറെ ആയുധങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അവൻ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങി. അങ്ങനെ സിറ്റിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൻ മാർഗിയെ കണ്ടു. അവളിപ്പം ആ തിയേറ്ററിലേക്ക് പോവാണ്. അത് കണ്ടതും അവൻ മാർഗിയെ ഫോളോ ചെയ്തിട്ട് ആ തിയേറ്ററിന്റെ അകത്തേക്ക് എത്തി. എന്നിട്ട് പിന്നെ അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവനിപ്പോൾ സാത്താന്റെ ഹൈഡൌട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ ആചാരക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ സാത്താൻ ഇപ്പോൾ അവിടെയായിട്ട് ക്രിസ്റ്റീനെ കിടത്തിയിരിക്കുകയാണ്.
അത് കണ്ടതും ജെറിക്കോ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് തുരുതുര വെടിവെക്കാൻ തുടങ്ങി. അത് കാണുന്ന ആൾക്കാരൊക്കെ വേഗം തന്നെ അവിടുന്ന് ഓടി മാറുകയാണ്. ഈ ഒരു അവസരത്തിൽ ജെറിക്കോ ചെന്നിട്ട് ക്രിസ്റ്റീനെ പിടിച്ചു. അതിനുശേഷം അവൻ സാത്താന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് അനങ്ങി കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൊന്നുകളയുന്നതാണ്. എന്നാൽ ഈ സമയത്താണ് സാത്താൻ മറ്റൊരു പണി ചെയ്യുന്നത്. അയാളിപ്പം ജെറിക്കോന്റെ മുമ്പിലേക്ക് ബോബിയെ വിളിച്ചു. ബോബി ഒരു തോക്കും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത്, അവളെ വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നതാണ്. ബോബി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ജെറിക്കോയും അവൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവന്റെ യഥാർത്ഥ മൈൻഡിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ജെറിക്കോ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയം സാത്താൻ പറയുന്നത്, നോക്കൂ ബോബി, നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരം നീ ഇവനെ കൊന്നേ പറ്റൂ എന്നാണ് സാത്താൻ പറയുന്നത്. എന്നാൽ സാത്താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ബോബിയെ കൊണ്ട് ജെറിക്കോനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ, ഓ ബോബി, അപ്പൊ നമ്മൾ തമ്മിൽ ഡീൽ നീ തെറ്റിച്ചല്ലോ, അതുകൊണ്ട് നീ ഇനി വേണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ ബോബിയുടെ ദേഹത്തൊന്ന് കൈവയ്ക്കുകയാണ്. അതോടുകൂടെ ബോബിയുടെ ശരീരം മൊത്തം തീ പിടിക്കാൻ തുടങ്ങി. ഇനി ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആ വണ്ടികളൊക്കെ പൊട്ടിത്തെറിച്ചപ്പോൾ ബോബി അതിനകത്ത് പെട്ടതാണ്. അവന്റെ ശരീരത്തേക്ക് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് സാത്താൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കി. ആ ഡീൽ ഇപ്പൊ തെറ്റിച്ചതുകൊണ്ടാണ് ആ തീ വെച്ചിട്ട് തന്നെ സാത്താൻ ഇപ്പൊ അവനെ കൊന്നു കളഞ്ഞത്. ഇപ്പൊ ബോബിയെ കൂടെ അയാൾ കൊന്നു കളഞ്ഞത് കാണുമ്പോൾ ജെറിക്കോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവൻ വേഗം ക്രിസ്റ്റീനെയും കൊണ്ട് അവിടെ ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി അവരിപ്പോ ഒരു റെയിൽ പാളത്തിലെത്തി. പെട്ടെന്നാണ് ഒരു ട്രെയിൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവരവിടെ താഴേക്ക് കിടക്കുകയാണ്. അതോടുകൂടെ ട്രെയിൻ അവിടുന്ന് പാസ് ചെയ്തു പോയി. അവർക്കൊരു കുഴപ്പവും പറ്റിയില്ല. എന്നാൽ കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ട്രെയിനിന്റെ ഡ്രൈവർ ആ വണ്ടി നിർത്തി. ഈ സമയം ജെറിക്കോ ആണെങ്കിൽ അവളെയും കൊണ്ട് വേഗം ആ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ട്രെയിൻ ഓടിച്ചിട്ട് മുന്നോട്ട് പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് സാത്താൻ ആ ട്രെയിനിന്റെ മുന്നിൽ വരുന്നത്. അത് കാണുന്ന ആ ട്രെയിൻ ഡ്രൈവർ വണ്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജെറിക്കോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ട്രെയിൻ വേഗം ചെന്നിട്ട് സാത്താൻ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും സാത്താൻ ചാവത്തില്ല എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ എങ്ങോട്ടാണ് പോയത് എന്നാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആ ട്രെയിനിന്റെ അടിയിലൂടെ സാത്താന്റെ കൈ മുകളിലേക്ക് വരുന്നത്. അത് കണ്ടതും അവർ ആ കൈക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ സാത്താൻ കൈ താഴേക്ക് വലിച്ചു. എന്നാൽ അടുത്തതായിട്ട് അയാൾ ആ ട്രെയിനിന്റെ മുകളിലൂടെ കൈയിട്ടു. ഈ സമയം അവർ വീണ്ടും ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ പിന്നെയും വെടികൊണ്ട് കഴിയുമ്പോൾ സാത്താൻ ആ കൈ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും സാത്താൻ നിർത്തിയിട്ടില്ല. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ട്രെയിനിന്റെ ഡ്രൈവർ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അതോടുകൂടെ ട്രെയിൻ ആണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവർ നിൽക്കുന്ന ആ ബോഗി അതിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്ന കാര്യം ജെറിക്കോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം ചെന്നിട്ട് അവർ നിൽക്കുന്ന ആ ട്രെയിനിന്റെ ബോഗി സെപ്പറേറ്റ് ചെയ്യാണ്. എന്നാൽ ആ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ജെറിക്കോ ഇപ്പം മുന്നിലുള്ള ബോഗിയിലാണ് നിൽക്കുന്നത്. ക്രിസ്റ്റീനുള്ള ആ ബോഗി ഇങ്ങനെ പുറകിലേക്ക് പോവാണ്. അത് കണ്ടതും ജെറിക്കോ വേഗം തന്നെ മറ്റേ ബോഗിയിലേക്ക് ഇടിച്ച് ചാടുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ക്രിസ്റ്റീന അവനെ ആ ബോഗിയിലേക്ക് വലിച്ചു കയറ്റി. എന്നാൽ ഈ സമയത്താണ് മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും സാത്താൻ അങ്ങോട്ട് ഓടി വരുന്നത്. ഓടി വന്നതിന് ശേഷം അവനിപ്പോൾ ജെറിക്കോ നിൽക്കുന്ന ബോഗിയിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടാണ്. എന്നാൽ അത് കണ്ടതും ജെറിക്കോ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ അയാൾ മറ്റേ ബോഗിയിലേക്ക് തന്നെ ചെന്ന് വീഴാണ്. അങ്ങനെ ആ ട്രെയിൻ കുറെ പോയതിനു ശേഷം അവിടെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഇടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ജെറിക്കോയും ക്രിസ്റ്റീനയും നിൽക്കുന്ന ബോഗിയും ആ പൊട്ടിത്തെറിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വേഗം ചെന്നിട്ട് അത് അവിടേക്ക് ഇടിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗ്യത്തിന് അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അങ്ങനെ വേഗം തന്നെ ജെറിക്കോ ക്രിസ്റ്റീനയും കൊണ്ട് ആ ബോഗിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം തന്നെ സാത്താന്റെ അവസ്ഥയാണെങ്കിൽ ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് അയാളുടെ ശരീരം മൊത്തം നശിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അയാൾക്ക് ആ ശരീരത്തിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് തന്നെ സാത്താൻ ഇപ്പം ആ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ജെറിക്കോ ക്രിസ്റ്റീനയും കൊണ്ട് നേരെ പോകുന്നത് ഒരു പള്ളിക്കകത്തേക്കാണ്. അതിനുശേഷം അവിടുത്തെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവളോട് പോയി ഒളിക്കാനാണ് ജെറിക്കോ ഇപ്പോൾ ക്രിസ്റ്റീനയുടെ അടുത്ത് പറയുന്നത്. അവളാണെങ്കിൽ അവിടെ ഓടി പോവുകയും ചെയ്തു. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ ദൈവങ്ങളെ കാണുന്നുണ്ട്. കുറെ കാലമായിട്ട് അവൻ ദൈവങ്ങളെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൻ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവനത് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ പള്ളി മൊത്തം കുലുങ്ങുന്നത്. അതോടുകൂടെ ദൈവങ്ങൾക്കൊക്കെ തീ പിടിക്കുകയാണ്. മാത്രമല്ല ആ പള്ളിയുടെ റൂഫൊക്കെ ഇടിഞ്ഞുളിഞ്ഞു വീഴാനും തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ സാത്താൻ ആ പള്ളിക്കകത്തേക്ക് എത്തി. സാത്താൻ ഇപ്പം അതിന്റെ യഥാർത്ഥ രൂപത്തിലാണ് നിൽക്കുന്നത്. അത് കണ്ട് ജെറിക്കോ ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് സാത്താൻ അവന്റെ ശരീരത്തിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷം അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവനെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ചു കഴിഞ്ഞ് സാത്താൻ അവനെ താഴേക്കിട്ടു. ഈ സമയം കാര്യങ്ങളൊക്കെ നോർമലാണ്. സാത്താൻ അവിടെ നിന്ന് പോയിന്ന് കാണുമ്പോൾ ക്രിസ്റ്റീൻ വേഗം ജെറിക്കോന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവള് വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സാത്താൻ ഇപ്പോഴും അവന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അങ്ങനെ ജെറിക്കോ ഉടനെ തന്നെ അവളെയും പിടിച്ച് അവിടെയുള്ള ഒരു ടേബിളിലേക്ക് കിടത്തി. എങ്ങനെയെങ്കിലും അവളെ റേപ്പ് ചെയ്യണം, എന്നിട്ട് സാത്താന്റെ സന്തതി ഉണ്ടാക്കണം. അതാണ് അവന്റെ പ്ലാൻ. ഈ സമയം ജെറിക്കോ അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾ അവന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റും ജെറിക്കോ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സാത്താൻ ഒഴിവാക്ക് എന്നാണ് അവള് പറയുന്നത്. അത് കേട്ടതും ജെറിക്കോ അതിനെങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. സാത്താൻ അവന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അവനിപ്പം ചെറുതായിട്ട് അവന്റെ ശരീരത്തിൽ ഒരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ അവിടെ താഴെ ഒരു പ്രതിമ വീണ് കിടക്കുന്നുണ്ട്. അത് സെയിന്റ് മൈക്കിളിന്റെ പ്രതിമയാണ്. അതിലൊരു വാളുമുണ്ട്. ജെറിക്കോ ഓടി ചെന്നിട്ട് ആ വാളിലേക്ക് എടുത്ത് ചാടാണ്. അതോടുകൂടെ ആ വാൾ അവന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും സമയം 12 മണിയായി. അതെ, വർഷം 2000 പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ അവന്റെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ഇപ്പൊ ടൈമൊക്കെ തെറ്റിയതുകൊണ്ട് ഇനിയിപ്പം അയാളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല.
അങ്ങനെ വെളിയിലേക്ക് വന്നതിന് ശേഷം സാത്താൻ ഇപ്പം അവനെ നോക്കി ഉച്ചത്തിൽ അലറുകയാണ്. അതിനെ തുടർന്ന് സാത്താനാണെങ്കിൽ നരകത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സാത്താൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയാണ് ജെറിക്കോ കാണുന്നത്. അവന്റെ മുന്നിലായിട്ട് അവന്റെ ഭാര്യയും മോളും നിൽക്കുന്നുണ്ട്. അതെ, അവനെ അവരുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് അവര്. അത് മനസ്സിലാവുമ്പോൾ അവൻ അവരെ നോക്കി നിന്ന് ചിരിക്കുകയാണ്. അതോടുകൂടെ ജെറിക്കോ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം ക്രിസ്റ്റീനയും കാണുന്നുണ്ട്. അവൻ മരിച്ചത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം ആരാന്ന് പോലും അറിയാത്ത ഒരാളാണ് അവളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവനോടൊരു നന്ദി പറയുന്നു. ഇതേ സമയം തന്നെ പുറത്തു കൂടിക്കുന്ന ആൾക്കാരൊക്കെ വർഷം 2000 പുലർന്നത് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.